ഹായ്, മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് CSK, ചെന്നൈ സൂപ്പർ കിങ്സ്. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെ 103 റൺസിന് ചുരുട്ടിക്കെട്ടി CSK. ഈ മുംബൈ ഇന്ത്യൻസിന് എന്താ പറ്റിയെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. കഴിഞ്ഞ കളി ജയിച്ചു, ഈ കളി കൊണ്ട് കൊളാക്കി. നോക്കൂ, നല്ലൊരു ചാൻസ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസിന് പോയിന്റ് ടേബിളിൽ മുന്നിലേക്ക് വരാൻ. നോക്കൂ, ആദ്യം ബാറ്റ് ചെയ്ത CSK 207 റൺസാണ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിലെടുത്തത്. നോക്കൂ, അതിൽ സഞ്ജു സാംസന്റെ മനോഹരമായ സെഞ്ചുറി, 54 ബോളിൽ 101 റൺസ്, മനോഹരമായ 10 ഫോറുകളും, ദെൻ 6 പടുകൂറ്റൻ സിക്സറുകളും, സൂപ്പർ ഇന്നിങ്സ്. നോക്കൂ, തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ നമ്മുടെ മുംബൈ ഇന്ത്യൻസ്, ഞാനത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ് അവർ ജയിക്കുന്ന വിചാരിച്ചത്. പക്ഷെ നോക്കൂ, ആകെ 2 പേര് മാത്രമാണ് കളിച്ചത്. സൂര്യകുമാർ യാദവ് 36 റണ്ണ്, പിന്നെ 37 റൺസ് എടുത്ത തിലക് വർമ്മ, കഴിഞ്ഞ കളിയിലെ സെഞ്ചുറിയനായിരുന്നു തിലക് വർമ്മ, 37 റൺസ്. ഇവരെല്ലാവരും കൂടി എടുത്തത് 104 റൺസിന് 19 ഓവറിൽ ഓൾ ഔട്ടായി. 103 റൺസിന് CSK മുംബൈയെ നിലംപരിശാക്കി എന്ന് തന്നെ പറയാം. നോക്കൂ, ബൗളിംഗ് നോക്കൂ, നമ്മുടെ അഖിൽ ഹുസൈൻ 4 ഓവർ 1 മെയ്ഡൻ 17 റൺസ് 4 വിക്കറ്റ്സ്. നോക്കൂ, പിന്നെ നൂർ അഹമ്മദ് 4 ഓവറിൽ 24 റൺ 2 വിക്കറ്റ്. മുംബൈയെ അനങ്ങാൻ വിട്ടില്ല എന്ന് വന്നെങ്കിൽ പറയാം. വാങ്കഡെ സ്റ്റേഡിയത്തിൽ കുറേ മഞ്ഞക്കിളികൾ ഇങ്ങനെ പാറി നടന്നു. അതിലൊരു കിളി നമ്മുടെ കിളിയാണ്, സഞ്ജു സാംസൺ. 54 ബോളിൽ 101 റൺസ് എടുത്ത സഞ്ജു സാംസൺ ഒരു മഞ്ഞക്കിളി. രണ്ടാമത്തെ മഞ്ഞക്കിളി വെസ്റ്റ് ഇൻഡീസിന്റെ കരീബിയൻ ദ്വീപിൽ നിന്നും പാറി വന്നിട്ടുള്ള അഖിൽ ഹുസൈൻ. ദെൻ മൂന്നാമത്തെ ഒരു കിളി അഫ്ഗാനിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ നൂർ അഹമ്മദ്. നോക്കൂ, മഞ്ഞക്കിളികളുടെ ഒരു മയായിരുന്നു ഇന്നലെ. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്തുണ്ടായിരുന്ന ചെന്നൈ ഇപ്പോൾ എത്തി 5ാം സ്ഥാനത്തേക്ക് എത്തി. നോക്കൂ, 7ാം സ്ഥാനത്തുണ്ടായിരുന്ന മുംബൈ 8ാം സ്ഥാനത്തേക്ക് പോയി. മുംബൈക്ക് വളരെ ക്രിട്ടിക്കലാണ് നെക്സ്റ്റ് മാച്ചസ്. എല്ലാ മാച്ചുകളിലും പെർഫോം ചെയ്താൽ മാത്രമേ മുംബൈ ഇനി 4 സ്ഥാനക്കാരിൽ ആളാകാൻ പറ്റുള്ളൂ. മുംബൈ വരണം, ചെന്നൈ വരണം, എല്ലാ നല്ല ടീമുകളും